ഹായ് ഹലോ എല്ലാവർക്കും ഏട്ടച്ചൻ്റെ പെണ്ണ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം ആണ്. എന്തെന്ന് വെച്ചാൽ ഇതിനു മുമ്പാകെ ഒരു 2-3 ദിവസം മുമ്പാകെ ഞാൻ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഏട്ടച്ചന് വേണ്ടിയിട്ട്. അപ്പോൾ വന്നൊരു കമൻ്റാണ് എനിക്കും ഒരു പാട്ട് പാടിത്തരുമോ എന്ന് ചോദിച്ചത്. അപ്പം എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബറും എൻ്റെ ഫ്രണ്ടുമായ എൻ്റെ ആരൂസിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ അവൾ പറഞ്ഞത് പ്രകാരം എന്താണ് 2 പാട്ടുകളായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്വതവേ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടും എന്താണ് അവൾ പറഞ്ഞ 2 പാട്ടിൽ ഒന്ന് തമിഴ് പാട്ടും അതുപോലെ തന്നെ ഒന്ന് മലയാളം പാട്ടുമായിരുന്നു. തമിഴ് പാട്ട് പഠിച്ചെടുക്കണമെങ്കിൽ തന്നെ കുറച്ച് പ്രയാസമാണ്, ചിലവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എടി ഞാൻ കേട്ടിട്ടില്ല ആ പാട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 ദിവസം പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എടി എന്നാ വേണ്ട, ഞാൻ നിനക്ക് വേറൊരു പാട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് കേട്ട സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു, എടി ഈ പാട്ട് ഫുള്ള് വേണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ടടി കുറച്ചായാലും മതിയെന്ന്. അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ പാട്ട് പാടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരൂസേ, പാട്ടിലേക്ക് കിടക്കാം കേട്ടോ. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാൻ ഓമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാൻ ഓമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാൻ ഓമലേ, ഒരു നീർക്കു നീട്ടില്ല. അപ്പൊ എൻ്റെ ആരൂസിന് പാട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. നിനക്ക് വേണ്ടി മാത്രം. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും ഇങ്ങനെ പാട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പാട്ട് പാടിത്തരുമെന്ന് എഴുതിയിട്ടാൽ മതി. അപ്പം ഞാൻ എന്താണ്, എനിക്ക് പറ്റുന്ന പാട്ടുകളൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പാട്ട് പാടിത്തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ആരൂസ് പറഞ്ഞ ആ മറ്റേ പാട്ടില്ലേ, തമിഴ് പാട്ട്, അത് ഞാൻ എങ്ങനെയായാലും പഠിച്ചിട്ട് എന്തായാലും വീണ്ടും ഇതേപോലെ തന്നെ ആരൂസിന് വേണ്ടി മാത്രമായിട്ട് പാടുന്നതാണ്. കുറേ ദിവസമായിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു. എനിക്ക് തീരെ സുഖമില്ലാത്ത കാരണത്താലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസ് അധികം ഇടുന്നത്. ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോന്നും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒന്നാണല്ലോ. വെറുതെ റീലെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ എൻ്റെ ഒരു ഫോളോവർ, എൻ്റെ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവൾ പറഞ്ഞ അതിനനുസരിച്ച് ഞാൻ റീലിട്ടു. അപ്പം കുറച്ചൊക്കെ ക്ലിക്കായിട്ട് പോയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഇതിനൊക്കെ വ്യൂവേഴ്സ് കുറവായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളെ ഈ പാട്ടിൻ്റെ ലിങ്ക് വരുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ ഈ ഏട്ടച്ചൻ്റെ പെണ്ണ് എന്ന ഇതിൻ്റെ താഴെയായിട്ടും അതുപോലെ തന്നെ നമ്മൾ ക്യാപ്ഷൻ ഇട്ടതിൻ്റെ മുകളിലുമായിട്ടാണ്, അതായത് മുകളിലുമായിട്ടാണ് കാണുന്നത്. അപ്പം ഈ വീഡിയോ മിസ്സാക്കാണ്ട് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓക്കെ, ബൈ ബൈ.